ഹായ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ അർജൻറ്റായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ അയക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഇപ്പം നമ്മുടെ ബിസിനസ് പേയിൽ വളരെ എല്ലാവരും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഡൗൺ ടൗൺ റെസിഡൻസ് എന്ന് പറയുന്ന ബുർജ് ഖലീഫ വ്യൂ ഒക്കെ ഫുള്ള് കിട്ടുന്ന തരത്തിലുള്ളൊരു പ്രൊജക്റ്റ് എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സത്യസന്ധമായുള്ള കാര്യം എന്താണ്, അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കി തരണം. അത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണോ അല്ലയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഞാനിപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഇതാണ്ട് ഈ കാണുന്നതാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു ഹൊറിസോണ്ടൽ നീളത്തിൽ നിൽക്കുന്നില്ലേ, അങ്ങന്നതാണ്ട് ഇങ്ങ് വരെ ഈ കാണുന്നത് ഇങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇവിടം വരെയും പ്ലോട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ ബാക്കിലാണ്, ആ ബാക്കിൽ കാണുന്ന പ്ലോട്ടില്ലേ, ആ പ്ലോട്ടായിരുന്നു അതായിരുന്നു ഭയങ്കര പരസ്യമൊക്കെ നടന്ന ഫുള്ള് ബുർജ് ഖലീഫ വ്യൂ എന്ന് പറയുന്ന ഇത് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ഈ ബിൽഡിംഗ് വരുന്നതോടുകൂടി അത് മറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രൊജക്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഏത് സ്ഥലത്തായിരിക്കും വ്യൂ ബ്ലോക്ക് ആവാൻ സാധ്യത, ഏത് സ്ഥലത്തായിരിക്കും നമുക്ക് ബെനിഫിറ്റ് ആവാൻ സാധ്യത. ഇനി ഈ പ്രൊജക്റ്റ് എടുത്താലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്ക് സൈഡിലോട്ട് നമുക്ക് വ്യൂ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി 12 ലിഫ്റ്റ് ഉണ്ട്, 12 ലിഫ്റ്റ് ബാക്കിലാണ് വരുന്നത്. ഇനി സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ബിസിനസ്സിൽ തന്നെ അൽ മുസ്തഖബൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റാണ് ഈ കാണുന്നത്. സോ സൈഡിലൂടെ നമുക്ക് ബ്ലോക്ക് ഒന്നുമില്ല. ഇനി ആ സൈഡ് എടുക്കുന്നവരാണെങ്കിൽ പറ്റ ശ്രദ്ധിക്കുക, ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ ലൈൻ. ഈ ബിൽഡിങ്ങിൻ്റെ നേരെ ഫ്രണ്ടിലാണ് മെട്രോ സ്റ്റേഷൻ നിൽക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു പ്ലോട്ട് കിടപ്പുണ്ട്, ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ കണ്ട, അവിടെ ഒരു പ്ലോട്ട് കിടപ്പുണ്ട്. അപ്പം ഭാവിയിൽ അവിടെ വേണമെങ്കിൽ ഒരു ബിൽഡിംഗ് വരാം. പിന്നെ ഫ്രണ്ടിലത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഉള്ളത് 2 നിലയാണ്. സോ അതൊരു വിഷയമുള്ള കേസല്ല. സോ ആരൊക്കെയാണോ ഈ പറയുന്ന രീതിയിൽ ഒരു മിഡിലിൻ്റെ, ഈ ബിൽഡിങ്ങിൻ്റെ മിഡിലിൻ്റെ ഈ സൈഡിലോട്ട് എടുക്കുന്നത്, അവർക്കെല്ലാവർക്കും എന്തായാലും ഒബിയസ്ലി ഈ പറയുന്ന ബുർജ് ഖലീഫ വ്യൂ കിട്ടും. ഇനി അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് കണ്ട, ആ പറയുന്ന ബിൽഡിംഗ് എന്തായാലും ഈ പറയുന്ന, ഞാൻ തൊട്ട് കാണിച്ചു തരാം, ഈ പറയുന്ന ഈ ബിൽഡിംഗ് കണ്ട, ഇതെന്തായാലും കുറച്ചുകൂടെ പൊങ്ങാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾക്ക് എന്തായാലും അത് മറയത്തില്ല, വിച്ച് മീൻസ് ഷോർട്ട് ടേം റെന്റൽസിൽ നമുക്ക് ബെനിഫിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇനി ഈ പറയുന്ന ഫുള്ള് രീതിയിൽ ഇവിടെ വരുന്ന ബിൽഡിങ്ങിൽ ഇവിടെ ഒരു കോർണറിലും ഒരു യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ തൊട്ടുപ്പുറമുണ്ട്. അതാണ് 1 ബെഡ്റൂമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടാൻ സാധ്യത. അത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 42 നില വരെയാണ് നമുക്ക് കിട്ടുന്നത്. വിച്ച് മീൻസ് റഫലി സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.86 ആണ്. പക്ഷേ ഒബിയസ്ലി ആ 1.86 എന്ന് പറയുന്നത് ബാക്ക് സൈഡിലോട്ടുള്ള യൂണിറ്റ് വല്ലതും ആയിരിക്കും. ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ എന്തായാലും 2 മില്യൺ 2.1 മില്യന് മുകളിലായിരിക്കും. ഇനി നമ്മൾ പേയ്മെന്റ് പ്ലാനെ പറ്റി പറയുകയാണെങ്കിൽ ഒബിയസ്ലി ഈ സാധനം സെമി ഗവൺമെന്റ് ഡെവലപ്പർ ആയതുകൊണ്ട് 50-50 പേയ്മെന്റ് പ്ലാനാണ്. 10% മാത്രം നമ്മൾ ജസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്നു. അതിനുശേഷം അടുത്ത 10% നവംബർ 2025 അടയ്ക്കുന്നു. പിന്നെ ഓരോ 6 മാസം കൂടുമ്പോഴത്തേക്കും നമ്മൾ 5% അങ്ങനെ 2029 വരെ നമ്മൾ ജസ്റ്റ് 50% മാത്രം അടയ്ക്കുന്നു. 50% ആ സമയത്ത് കംപ്ലീഷൻ ടൈമിലാണ്. കുറേ ആൾക്കാർ നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്ത് തരാമെന്ന് 100% ഉറപ്പ് പറയും. നിങ്ങളുടെ യൂണിറ്റ് അത്രയും നല്ലതല്ലെങ്കിൽ ഒരിക്കലും ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. നിങ്ങൾക്ക് റെന്റൽസിലൂടെ മാത്രമാണ് ബെനിഫിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. സോ റിയലൈസ് ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് ഡീപ്പായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള സപ്ലൈ, ഡിമാൻഡ്, ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഏകദേശം ഒരു പ്രൊജക്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഞാൻ പറയുവാണെങ്കിൽ ഇവിടെ ആ ഒരു പ്രൊജക്റ്റ് വരുന്നു. ആ പ്രൊജക്റ്റ് വരുന്നതിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബേസ്മെൻറ്റ് 3 എണ്ണം, അതിനുശേഷം ഒരു 14 ലെവൽ പോഡിയം, അതിനുശേഷം ഒരു 3 ലെവൽ അമ്യൂണിറ്റി, അതും കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് റെസിഡൻഷ്യൽ ഫ്ലോർ വരുന്നത്. വിച്ച് മീൻസ് 18ാമത്തെ നിലയിലാണ് നമ്മുടെ 1ാമത്തെ റെസിഡൻഷ്യൽ ഫ്ലോർ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും വ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വിച്ച് മീൻസ് ഷോർട്ട് ടേം റെന്റൽസിന് നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. എല്ലാ സകലമാന ആൾക്കാർ ഇവിടെയാണ് ജോലിക്ക് വരുന്നത്. ഇപ്പോഴും ഇവിടെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഷോർട്ടേജ് ആണ്. ബട്ട് ഇത് 2029 വേണം നമ്മൾ ചിന്തിക്കാൻ. ഓരോ വർഷത്തിലും വരുന്ന പോപ്പുലേഷനൊക്കെ വെച്ചിട്ട് വേണം ചിന്തിക്കാൻ. ടൂറിസ്റ്റുകൾ എത്ര ആൾക്കാർ ഇവിടെ വരുന്നു, ഇതൊക്കെ ഡേറ്റ അനാലിസിസ് ആണ്. അതൊക്കെ നമ്മൾ വൺസ് നേരിട്ട് കാണുമ്പോഴത്തേക്ക് മാത്രം സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫോണിലൂടെ മാത്രം സംസാരിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിക്കുക. നമ്മൾ EOI സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഇതിനകത്ത് യൂണിറ്റ് എടുക്കാനുള്ള അവസരം കിട്ടുന്നത്. അതും ഞാൻ പറഞ്ഞ രീതിയിലുള്ള യൂണിറ്റ് എടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ വിളിച്ചാൽ മതി. ബൈ.